നമസ്കാരം. രാജ്യത്ത് 2014 നരേന്ദ്രമോദി അധികാരത്തിലെത്തിയതിനു ശേഷം ഏറ്റവും വലിയ ഒരു പ്രതിഷേധം കണ്ടത് പൗരത്വ ഭേദഗതി ബില്ലിനെതിരെയായിരുന്നു. നിരവധി ഇസ്ലാമിക സംഘടനകൾ ഈ ഒരു പ്രതിഷേധം ഇവിടെ ഭാരതത്തിൽ നിന്ന് ഇത് ഇസ്ലാമിക സമൂഹത്തിന് നേരെയുള്ള ഏറ്റവും വലിയ ഒരു വെല്ലുവിളിയായിട്ട് ഒരു കള്ള പ്രചരണം തന്നെയായിരുന്നു ആ സമയത്ത് നടത്തിയിരുന്നത്. അപ്പോൾ ഈ ഒരു പ്രതിഷേധത്തെ മുഴുവൻ പ്രതിപക്ഷ പാർട്ടികളും പിന്തുണച്ചിരുന്നു എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. ഇന്നത്തെ ഇന്ത്യ സഖ്യത്തിലെ മുഴുവൻ ആളുകളും, തമിഴ്നാട്ടിൽ DMK, മഹാരാഷ്ട്രയിൽ കോൺഗ്രസും NCPയും, അതോടൊപ്പം തന്നെ രാജ്യം മുഴുവൻ കോൺഗ്രസ്, പല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഈ ഇസ്ലാമിക സംഘടനകളുമായി ഒന്നിച്ചു നിന്നുകൊണ്ടൊക്കെയായിരുന്നു പൊതുപരിപാടികളൊക്കെ നടത്തി മുന്നോട്ട് പോകുന്നത്. പക്ഷെ ആ സമയം മുതൽക്ക് തന്നെ BJP പറയുന്നുണ്ട്, ഇത് മുസ്ലിം സമൂഹത്തിനെതിരെയല്ല, രാജ്യത്തിന്റെ അയൽ രാജ്യങ്ങളിൽ മതപീഡനത്തിന് ഇരയായിട്ടുള്ള ന്യൂനപക്ഷ വിഭാഗത്തെ ഇന്ത്യ മഹാരാജ്യത്തിലേക്ക് കൊണ്ടുവരുന്നതിനും അവർക്കിവിടെ ഉള്ള ആളുകൾക്ക് പൗരത്വം കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ബില്ലാണ് എന്നുള്ള രീതിയിലുള്ള വിഷയങ്ങൾ കൃത്യമായിട്ട് അവതരിപ്പിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അതൊന്നുമല്ല ഇവർ കേട്ടിരുന്നത്. ഇവരിതിനെ കൃത്യമായിട്ട് രാജ്യത്തെ മതേതര വിശ്വാസികളെ തെറ്റിദ്ധരിപ്പിക്കാനും ഒരു സമൂഹത്തെ തന്നെ ഒരു തെറ്റിദ്ധാരണയുടെ ഒരു പടുകുഴിയിലേക്ക് കൊണ്ടെത്തിക്കാനും വേണ്ടിയിട്ടായിരുന്നു ഇവർ നടന്നത്. അതിന്റെ പ്രതിഷേധമായിരുന്നു. പക്ഷെ BJP അതിൽ നിന്ന്, കേന്ദ്ര സർക്കാർ 1% പോലും പുറകിലേക്ക് പോകാതെ തങ്ങളുടെ പ്രകടന പത്രികയിൽ വർഷങ്ങളായിട്ട് പൗരത്വ ഭേദഗതി ബില്ല് രാജ്യത്ത് നടപ്പിലാക്കുമെന്നുള്ള വിഷയത്തെ പറ്റിയിട്ട് കൃത്യമായിട്ട് പറഞ്ഞ് മുന്നോട്ട് പോകുന്നത് അതവർ നടപ്പിലാക്കുകയായിരുന്നു. അത് നടപ്പിലാക്കിയതിന്റെ ഒരു ചരിത്ര ദിവസം കൂടിയാണ് ഇന്നിപ്പോ. പൗരത്വ ഭേദഗതി ബില്ല് പാസ്സാക്കിയതിനും അല്ലെങ്കിൽ അത് പ്രാബല്യത്തിൽ വന്നതിന് ശേഷം ഈ പൗരത്വം കൊടുക്കുന്ന ഒരു വിഷയം, അത് ആ ഒരു സംഭവം ഇന്ന് കേന്ദ്ര മന്ത്രിസഭയുടെ നേതൃത്വത്തിൽ ഇന്നിപ്പോ നടന്നിരിക്കുകയാണ്. 14 പേർക്കാണ് ഈ പൗരത്വം നൽകിയിരിക്കുന്നത്. നമ്മൾ ചിന്തിച്ചു നോക്കൂ, BJP എത്ര രീതിയിൽ കൃത്യമായിട്ടുള്ള കാഴ്ചപ്പാടുകളോട് കൂടിയിട്ടാണ് അവർ മുന്നോട്ട് പോകുന്നത്. അവർ തീരുമാനിച്ചിരിക്കുന്ന, അവർ പറഞ്ഞിരിക്കുന്ന വിഷയം അവർ നടപ്പിലാക്കിയിരിക്കുകയാണ്. അത് രാമക്ഷേത്രമായിക്കോട്ടെ, കശ്മീരിന്റെ പ്രത്യേക പദവി എടുത്ത് കളയുന്ന വിഷയമായിക്കോട്ടെ, അവസാനം ഈ പൗരത്വ ഭേദഗതി ബില്ലായിക്കോട്ടെ, രാജ്യത്തെ മുസ്ലിം സ്ത്രീകൾ അനുഭവിച്ചിരുന്ന, വർഷങ്ങളായിട്ട് അനുഭവിച്ചിരുന്ന മുത്തലാഖ് ബില്ല്, ആ ഒരു മുത്തലാഖ് ബില്ല് നടപ്പിലാക്കണം എന്നുള്ള ഒരു വിഷയത്തെ സംബന്ധിച്ചുള്ള കാര്യം, അതെല്ലാം പ്രചരിപ്പിച്ച് കൃത്യമായിട്ട് നടപ്പിലാക്കിയത്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഇങ്ങനെ എന്താണോ തങ്ങൾ പറയുന്നത് അത് തങ്ങൾ നടപ്പിലാക്കും എന്നുള്ള വിഷയത്തെ സംബന്ധിച്ചുള്ള കാര്യം. ഇതാണ് യഥാർത്ഥത്തിലുള്ള ഒരു വിശ്വാസ്യത. അപ്പോ ഇതിനിടയിലാണ് ആം ആദ്മി പാർട്ടിയുടെ നേതാവും അഴിമതി കേസിൽ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയതിനു ശേഷം അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞ ഒരു കാര്യം. അത് നരേന്ദ്രമോദി ഈ 75 വയസ്സായതിന്റെ പേരിൽ അധികാരത്തിൽ തുടരുകയില്ല, പ്രധാനമന്ത്രിയായിട്ട് അമിത്ഷായെ പ്രഖ്യാപിക്കുമെന്ന്. അപ്പോ കെജ്രിവാള് ഇന്ത്യ സഖ്യത്തിന്റെ നേതാവാണ്. ഇത് കേട്ട ഉടനെ രാജ്യത്തെ ഒരുപാട് മാധ്യമങ്ങൾ ചർച്ച ചെയ്യുകയാണ്. എന്താണ് വിഷയം? നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി തുടരുകയില്ല, അമിത്ഷാ ആയിരിക്കുമോ എന്നുള്ള രീതിയിലേക്ക് BJPയുടെ നേതൃത്വം അത് ഇങ്ങനെ ഒരു പ്രസ്താവന വന്നതിന് ശേഷം സ്വാഭാവികമായിട്ട് തിരിച്ചു പറയണമല്ലോ. കൃത്യമായിട്ടുള്ള നിലപാട് പറഞ്ഞു, നരേന്ദ്രമോദി തന്നെയായിരിക്കും ഈ 2024 മുതൽ 2029 വരെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി, അതിലൊന്നും ഒരു മാറ്റം ഉണ്ടാകില്ല എന്നുള്ള കാര്യം പറഞ്ഞു കഴിഞ്ഞു. പക്ഷെ ഇതിൽ നിന്ന് നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടത്, അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞിരിക്കുന്ന വിഷയം അത് യഥാർത്ഥത്തിൽ BJPക്ക് ഗുണമായിട്ടുണ്ടോ എന്നുള്ളതാണ്. BJP കൃത്യമായിട്ടുള്ള ഗുണം ആയിട്ടുണ്ട്. അരവിന്ദ് കെജ്രിവാൾ ഇന്ത്യ സഖ്യത്തിന്റെ ഒരു നേതാവ് കൂടിയാണ്. ഇയാൾ തന്നെ പറഞ്ഞിരിക്കുകയാണ് 2024 മോദി തന്നെ അധികാരത്തിൽ വരുമെന്ന്, ഒരു സംശയമില്ല. അപ്പൊ പറയാതെ പറഞ്ഞിരിക്കുകയാണ്. ഇതുപോലെയുള്ള പ്രസ്താവനകൾ നടത്തുന്ന ഒരു പ്രതിപക്ഷം, ഈ പ്രതിപക്ഷത്തെ CAA പോലെയുള്ള ഒരു ബില്ല് രാജ്യത്ത് കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെച്ച് നടപ്പിലാക്കുമ്പോൾ രാജ്യത്തെ ജനങ്ങൾ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, ഇവർക്ക് ഒരിക്കലും ഇനി അധികാരത്തിലേക്ക് തിരിച്ചു വരാൻ സാധിക്കില്ല. അത്രത്തോളം വലിയ രീതിയിൽ തന്നെ BJP 2029 തിരഞ്ഞെടുപ്പ് പ്രചരണത്തിലേക്കോ അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിലേക്കോ അവരുടെ കാഴ്ചപ്പാടുകളെ കൊണ്ടെത്തിച്ചിരിക്കുന്നു എന്ന് തന്നെ വേണം നമ്മൾ മനസ്സിലാക്കാൻ. അപ്പൊ ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നമ്മൾ എല്ലാവരും മനസ്സിലാക്കുക, CAA എന്ന് പറഞ്ഞ് രാജ്യം വർഷങ്ങൾക്ക് ശേഷം കണ്ട ഏറ്റവും വലിയ ഒരു പ്രതിഷേധത്തിന്, പ്രത്യേകിച്ച് കേരളത്തിലൊക്കെയായിരുന്നു ഈ പ്രതിഷേധം ഏറ്റവും കൂടുതൽ നടന്നിട്ടുള്ളത്. ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങളെ ബോധ്യപ്പെടുത്തിയിരിക്കുകയാണ്, ഇന്ത്യ സഖ്യം അധികാരത്തിൽ വരില്ല. BJP മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു പ്രത്യയശാസ്ത്രം എന്താണോ അത് അവരുടെ ആശയം, ആദർശം ജനങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം എന്താണോ അത് ഇവർ നടപ്പിലാക്കി തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും. ഇതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഈ യാഥാർത്ഥ്യം
രാജ്യത്തെ ജനങ്ങൾ വിശ്വാസത്തിലെടുത്ത് ഈ വരാനിരിക്കുന്ന 3 ഘട്ടങ്ങളിലെ തിരഞ്ഞെടുപ്പിൽ കൂടി BJPക്ക് ഒരു മികച്ച രീതിയിലുള്ള ഒരു മുന്നേറ്റം ഉണ്ടാക്കി കൊടുക്കുമെന്നുള്ളതിൽ തർക്കമില്ല. അപ്പോൾ രാജ്യത്ത് പൗരത്വ ഭേദഗതി ബില്ല് നടപ്പിലാക്കി, അത് വിജ്ഞാപനം പുറത്തിറക്കി, അതിനുശേഷം പൗരത്വം കൊടുത്തിരിക്കുകയാണ് BJP സർക്കാർ.